ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് മനസമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് ഐഫോൺ വാങ്ങണമെന്ന് തോന്നുന്ന പോലെയാണ് സിംഗിളായി സമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നത്. പക്ഷേ ഇത് രണ്ടും കയ്യിൽ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നിൽ പാതി കരണ്ട ആപ്പിളും മറ്റൊന്നിൽ പാതി കരണ്ട ജീവിതവും മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. പക്ഷേ ഈ കല്യാണത്തെ ഇത്രയും വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില അമ്മാവന്മാരും അമ്മായിമാരുമാണ്. കാരണം ചെറുപ്പക്കാരായ ആരെ കണ്ടാലും ഇവർക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, കല്യാണം ആയില്ലേ, കല്യാണം ആയില്ലേ. എന്തിന്? ISROയിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സയന്റിസ്റ്റിനെ കാണിച്ചു കൊടുത്താലും ഇവരാദ്യം ചോദിക്കും കല്യാണം ഒന്നും ആയില്ലല്ലേ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന്. എന്നാൽ അല്ല, നമ്മളൊക്കെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്. എന്തിന്? ഇനിയിപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ട് പെണ്ണൊക്കെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, അപ്പൊ ഇവര് ചോദിക്കും ഓ പെണ്ണ് കിട്ടിയല്ലേ. ശ്രദ്ധിക്കണം, കെട്ടിന്നല്ല കിട്ടിയെന്ന്. ഈ കിട്ടാൻ പാടില്ലാത്ത എന്തോ കിട്ടിയെന്നുള്ള ഒരു ചോദ്യം ഇവർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞവർക്കേ കല്യാണം കഴിയാത്തവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻകാരെ കാണുമ്പോഴുള്ള ഒരു പുച്ഛവും സഹതാപവും ഒക്കെ ഇല്ലേ, ആ ഒരു എക്സ്പ്രഷനാണ് ഇവർക്ക് കല്യാണം കഴിക്കാത്തവരോട്. ഈ ഒരു ചോദ്യങ്ങളും പരിഹാസങ്ങളൊക്കെ കേട്ട് മടുത്ത് എൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവന് വേണ്ടി പെണ്ണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ നാട്ടിലിപ്പോൾ പെണ്ണന്വേഷിച്ച് നടക്കുന്ന പയ്യന്മാരുടെ അവസ്ഥ എന്താണെന്നറിയോ? നാട് മുഴുവൻ കല്ലുണ്ട് പക്ഷെ നായ വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്.